കൂട്ടത്തിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അവരെക്കാളും കൂടുതൽ എക്സൈറ്റ്മെന്റ് കൂടെയുള്ള ഞങ്ങൾക്കായിരിക്കും. അതൊന്ന് കേക്ക് കിട്ടും, ചോക്ലേറ്റ് കിട്ടും എന്ന് ഓർത്തിട്ടോ അവരെ വിഷ് ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റ് ഒന്നുമല്ല. ഒരേ ഒരു റീസൺ, ട്രീറ്റ് വാങ്ങണം. അതിപ്പോ അവരായിട്ട് തന്നില്ലെങ്കിൽ ഒരു നാണവും ഇല്ലാണ്ട് പിന്നാലെ നടന്ന് ചോദിച്ച് ചോദിച്ച് അവരെ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ടാണെങ്കിലും നമ്മളത് വാങ്ങിയിരിക്കും. ഇന്നും അതേപോലെ ഒരു ട്രീറ്റിന് വേണ്ടിയാട്ടോ നമ്മൾ എല്ലാരും കൂടെ പോകുന്നത്. വേറെ ആരുടെയും അല്ല, ജോയലിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് ആ ദിവസം അവന് നമുക്ക് കൈ കിട്ടിയില്ലായിരുന്നു. അവന്റെ കറക്കൊക്കെ കഴിഞ്ഞ് ഇന്നാണ് നമുക്കൊപ്പം വന്നത്. കിട്ടിയ പാടെ നമ്മൾ അവനെയും തൂക്കി നേരെ ബസ് നഗർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന മലബാർ ഹൗസിലേക്ക് പോയി. ഈ ഷോപ്പ് ആക്ച്വലി ഓപ്പൺ ചെയ്തിട്ട് ഓൾറെഡി നമ്മളുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് അവിടെ പോയി നല്ല റിവ്യൂസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തൊട്ട് ഇവിടെ പോകാനായിട്ടുള്ള ഒരു റീസൺ തപ്പി നടക്കുമായിരുന്നു ഞാൻ. അപ്പോഴാണ് ജോയലിന്റെ വരവ്. ഇതിൽ പരം എന്ത് റീസണാണ് നമുക്ക് വേണ്ടല്ലേ. ഞങ്ങൾ മൊത്തത്തിൽ 8 പേരുണ്ടായിരുന്നു കേട്ടോ. ചെന്ന പാടെ ഞങ്ങൾ ഓരോരുത്തരും അവരുടെ മെനു അരിച്ച് പെറുക്കാൻ തുടങ്ങി. എന്തൊക്കെ ഓർഡർ ചെയ്യാം, എങ്ങനെ ജോലിന്റെ പോക്കറ്റ് കാലിയാക്കാം എന്നുള്ള ഡിസ്കഷൻ ആയിരുന്നു കുറച്ചു നേരം. ഞാൻ ആക്ച്വലി ഓൾറെഡി ഡിസൈഡഡ് ആയിരുന്നു എന്താണ് ഓർഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് അരിച്ച് പെറുക്കേണ്ടി വന്നില്ല. അങ്ങനെ വി സ്റ്റാർട്ടഡ് വിത്ത് എ ബീഫ് സമോസ. അടിപൊളിയായിരുന്നു. എനിക്ക് പക്ഷെ പഴംപൊരി കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ പഴംപൊരി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും തീർന്നു പോയി. സോ ബീഫ് സമൂസയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. 1-2 റൗണ്ട് പോയി ഈ ബീഫ് സമൂസ കേട്ടോ. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഓർഡർ ചെയ്ത മെയിൻ കോഴ്സ് ഒക്കെ വന്നു. ചിക്കൻ, മട്ടൻ, ബീഫ് ബിരിയാണീസ് എല്ലാം മലബാർ സ്പെഷ്യൽ ആണ് കേട്ടോ. പിന്നെ ഇറച്ചിച്ചോറ്, പൊറോട്ട, ബീഫ് കറി, അങ്ങനെ പിന്നെ ഒരാവശ്യമില്ലാണ്ട് പ്രോൺസ് ഉലർത്തിയത്. അത് നിങ്ങൾ പോവാണെങ്കിൽ വാങ്ങിക്കരുത്, ഇറ്റ് വാസ് നോട്ട് ഗുഡ്. പിന്നെ ഗീ റൈസും ചിക്കൻ കറിയും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് വൈസ് ഓരോ ഡിഷും അടിപൊളിയായിരുന്നു, എക്സെപ്റ്റ് ദാറ്റ് പ്രോൺസിന്റെ ഡിഷ്. അത് നമുക്ക് പൊള്ളിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പ്രതീക്ഷിക്കുമല്ലോ, അതിന്റെ അരികത്ത് പോലും വരാത്തൊരു സാധനമായിരുന്നു അത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വി റിയലി എൻജോയ്ഡ് ദ ഫുഡ്. നിങ്ങൾക്ക് നോൺ മലയാളി ഫ്രണ്ട്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഒരു ട്രീറ്റിനൊക്കെ വിളിച്ചിട്ട് പോകാൻ പറ്റിയ ഒരു ഷോപ്പാണത്. കണ്ടോ പ്ലേറ്റ് ഇരുന്ന് തൂത്ത് പഠിക്കുന്നത് കണ്ടോ. ഈ ഒരു റൗണ്ടിന് ശേഷം ഓരോ റൗണ്ട് ചിക്കൻ റൈസ് അല്ല, ഇറച്ചിച്ചോറ് കൂടെ പോയായിരുന്നു. അത് പിന്നെ ട്രീറ്റ് എന്ന് പറയുമ്പോൾ വയറുപാട് നിങ്ങൾ വരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മാംഗോസിലേക്ക് പോയി. നല്ല ഫ്രഷ് ജ്യൂസ് ഒക്കെ കുടിച്ച് മഴയത്ത് കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് എല്ലാവരും മടങ്ങിയെടുക്കാം.